ഇരുന്ന ഞാൻ എങ്ങനെ ഈ രൂപത്തിലായി എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു മാറ്റത്തിന് പിന്നിൽ ഞാൻ അനുഭവിച്ച കുറേയധികം ചലഞ്ചസ് ഉണ്ട്. പകുതി വെച്ചിട്ട് എനിക്ക് പലതവണ നിർത്തിപ്പോവാൻ തോന്നിയിട്ടുണ്ട്. എന്നിട്ടും ഞാനത് ചെയ്യാതെ ആ ചലഞ്ചൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ അനുഭവിക്കാൻ പോകുന്നതെന്നും അതിനെ എങ്ങനെ തരണം ചെയ്യണമെന്നുമാണ് ഇന്നത്തെ വീഡിയോ. വെൽക്കം ബാക്ക് ടു വീനാസ് എന്ന് വെച്ചാൽ ഞാൻ വീണ, പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടൻറ്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ അല്ലെങ്കിൽ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പഠിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ മുമ്പത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നെക്കൊണ്ട് ഈ ട്രാൻസ്ഫോർമേഷൻ സാധിക്കുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടും ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈസി ആയിട്ട് സാധിക്കുന്നു. അങ്ങനെ പറയാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ നോർമലി ഭയങ്കര മടിയുള്ള ഒരാളാണ്. അത്ര പാഷനേറ്റ് ആയിട്ടുള്ള ഒരാളല്ല. അത്ര ഭയങ്കരമായിട്ട് ഇതിനൊക്കെ എനർജി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരാളും അല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ജേർണി എനിക്ക് അത്ര ഈസി ആയിട്ടുള്ളൊരു പ്രോസസ്സും ആയിരുന്നില്ല. കുറച്ചധികം ചലഞ്ചസ് ഞാൻ ഈ ഒരു കാര്യത്തിൽ മൊത്തം അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് നിങ്ങൾക്കൊരിക്കലും വരരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ഓരോ പാർട്ടായിട്ട് പറയാം. അതായത് വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ, സ്കിൻ ട്രാൻസ്ഫോർമേഷൻ, പിന്നെ എൻ്റെ ഓവറോൾ സ്റ്റൈലിൽ വന്നൊരു ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ ഒന്നാമത്തത് വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ. പെട്ടെന്ന് ഒരു ദിവസം വെയിറ്റ് ലോസ് ആയതുകൊണ്ട് മാത്രം ഞാൻ ഇന്നത്തെ ഈ രൂപത്തിലേക്ക് എത്തിയ ഒരാളല്ല. ഒരു ആവറേജ് വെയിറ്റിലൊക്കെ ഇരുന്നിരുന്ന ഒരാളായിരുന്നു കുറേ കാലം മുമ്പ് ഞാൻ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞിട്ട് പിന്നീട് ഞാനൊരു ട്രാൻസ്ഫോർമേഷന് തയ്യാറെടുക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത്, എൻ്റെ ഒരു പഴയ വെയിറ്റിലേക്ക് ഞാൻ പോകും, എൻ്റെ പഴയ രൂപത്തിലേക്ക് ഞാൻ മാറും എന്ന് മാത്രമായിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. പെട്ടെന്നൊരു സമയത്ത് വെയിറ്റ് കൂടിയവരാണെങ്കിൽ നമ്മൾ വെയിറ്റ് കുറയ്ക്കുന്നത് ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുക, നമ്മളുടെ പഴയ രൂപത്തിലേക്ക് എങ്ങനെയാണോ നമ്മൾ മെലിഞ്ഞിരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകും എന്നുള്ളതാണ്. പക്ഷെ അത് വളരെ തെറ്റായൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും നമ്മളുടെ പഴയ രൂപത്തിലേക്ക്, എങ്ങനെയായിരുന്നോ മുമ്പ് നമ്മൾ മെലിഞ്ഞിരുന്നത് ആ ഒരു രൂപത്തിലേക്കല്ല നമ്മൾ പോവുക. നമ്മൾ ആക്ച്വലി പുതിയൊരാളായി മാറുകയാണ് ചെയ്യുക. അത് കുറച്ച് അൺകംഫർട്ടബിൾ ആയൊരു കാര്യമാണ്. ബിക്കോസ് നമ്മൾ തന്നെ നമ്മളെ ആദ്യമായിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലെ തോന്നും, പുതിയൊരാളെ പോലെ. അത് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, നമുക്ക് മാത്രമല്ല നമ്മുടെ ചുറ്റിനും നിൽക്കുന്നവർക്കും. എന്നോട് കൺസൾട്ടേഷൻ സമയത്ത് പലരും വരുമ്പോൾ പറയാറുണ്ട്, വെയിറ്റ് ആക്ച്വലി കുറയ്ക്കേണ്ടത് ഒരു 5 കിലോ മാത്രം കുറച്ചാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ഫേസിലെ വെയിറ്റ് കുറയ്ക്കേണ്ട, എൻ്റെ ഏതെങ്കിലും ഒരു ബോഡി പാർട്ടിൽ മാത്രം വെയിറ്റ് ഒന്ന് കുറച്ച് കിട്ടിയാൽ മതിയെന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വെയിറ്റ് കുറയ്ക്കുന്ന ആദ്യ ഒരു സമയത്ത് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ല എനിക്ക് എത്ര കിലോ വെയിറ്റ് കുറയ്ക്കണമെന്നും എവിടെയൊക്കെ വെയിറ്റ് കുറയ്ക്കണമെന്നും. ബിക്കോസ് എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കറക്റ്റ് ഒരു ഫുട്ബോൾ പോലെയാണ് ആ സമയത്ത് ഇരുന്നത്. അതായത് എൻ്റെ ഫേസിൽ ഫാറ്റ് ഉണ്ടായിരുന്നു, എൻ്റെ ബോഡി കംപ്ലീറ്റ് ഒരു ഫാറ്റ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് നല്ല വയറുണ്ടായിരുന്നു, എൻ്റെ ചെസ്റ്റ് ഏരിയ ഭയങ്കര ഹെവി ആയിരുന്നു, എൻ്റെ തൈസ് ഭയങ്കര ഹെവി ആയിരുന്നു. ഈവൻ എൻ്റെ ഈ കഴുത്തിന് പുറകിൽ ഇവിടെ ഒരു ഹമ്പ് പോലെ ഒരു കുറച്ച് ഫാറ്റ് ഡെപ്പോസിഷൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ മൊത്തത്തിൽ ഞാൻ ഫുട്ബോൾ പോലെയാണ് ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എവിടുന്ന് വെയിറ്റ് കുറച്ച് തുടങ്ങണമെന്നോ എത്ര വെയിറ്റ് കുറയ്ക്കണമെന്നോ യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ റാൻഡമായിട്ട് അങ്ങ് വെയിറ്റ് കുറയ്ക്കാനാണ് തുടങ്ങിയത്. ആൻഡ് ദെൻ ഞാൻ അങ്ങനെ വെയിറ്റ് കുറച്ച് ആദ്യത്തെ ഒരു 1 മന്ത് ആക്ച്വലി കുറച്ചധികം സ്ട്രിക്റ്റ് ആയിട്ടാണ് ഞാൻ എൻ്റെ ഡയറ്റൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ആ സ്ട്രിക്ട്നെസ് കാരണം ഞാൻ നോർമലി പുറത്തേക്കൊന്നും അധികം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊരു മാസം കഴിഞ്ഞിട്ട് ജസ്റ്റ് എൻ്റെ വെയിറ്റ് കുറച്ച് കുറഞ്ഞു, ഒരു 4 kg ഒക്കെ ഓൾമോസ്റ്റ് കുറഞ്ഞു എന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാനൊക്കെ പോയി. അപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്നോട് ചോദിച്ചത്, നിനക്ക് എന്തെങ്കിലും അസുഖമാണോ, നിനക്ക് ഷുഗർ ഉണ്ടോ, നിനക്ക് ക്യാൻസർ ആണോ, ഇങ്ങനെ ആയിപ്പോയത് എന്തുകൊണ്ടാണ്, ഇങ്ങനെ ആവണ്ട ഒരിക്കലും, മറ്റതായിരുന്നു നല്ലത്. ഈവൻ ചിലരൊക്കെ പറഞ്ഞു, ബോഡി മെലിഞ്ഞോട്ടെ കുഴപ്പമില്ല, പക്ഷെ ഫേസ് മെലിയാൻ പാടില്ല, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞിരുന്നു. ഈവൻ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ താഴെ പോലും കമൻറ്റിൽ കുറേ പേര് വന്ന് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മുമ്പത്തെ ഫേസ് ആയിരുന്നു നല്ലത് ഇപ്പോഴത്തെ ഉള്ളതിനേക്കാളും. നമ്മളൊക്കെ നോർമലി എന്താ വിചാരിക്കുക, നമ്മളൊന്ന് വെയിറ്റ് കുറഞ്ഞ് കുറച്ചും കൂടെ സ്ലിം ആകുമ്പോൾ എല്ലാവരും നമ്മളെ നന്നായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും, നന്നായിട്ടുണ്ടെന്ന് പറയും, ഇനിയും കുറച്ചും കൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ നമുക്ക് കിട്ടുമെന്നല്ലേ. പക്ഷേ ഇത്തരം നെഗറ്റീവ് കമൻസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്കുള്ള എല്ലാ മോട്ടിവേഷനും അതോടുകൂടി അങ്ങ് തീരും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ നമ്മളടുത്ത് അങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ പാർട്ട്ണർ അങ്ങനെ പറയുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് നമ്മളുടെ വെയിറ്റ് ലോസ് ജേർണി അവിടെ വെച്ചങ്ങ് നിൽക്കും. അതായത് ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, നമ്മൾ തീരെ ഭംഗിയില്ലാത്തതുപോലെ ആവും, നമ്മൾ ഭയങ്കര ക്ഷീണിച്ച പോലെ ആവും, നമ്മളെന്തോ അസുഖം പിടിച്ച പോലെ ആവും, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുക.
ആൻഡ് ഓൾസോ ചിലർക്കൊക്കെ ഒരു തോട്ട് വരും, നമുക്ക് ശരിക്കും ക്ഷീണമുണ്ട്, നമ്മൾ ശരിക്കും അസുഖം പിടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മാരകമായ രോഗത്തിലേക്ക് പോകും, അങ്ങനെ പോലും വിചാരിക്കുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതത്ര ഈസി ആയൊരു പ്രോസസ്സ് അല്ല. ഈവൻ ഞാൻ എൻ്റെ ഫേസ് ആ സമയത്ത് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് എൻ്റെ ഫേസ് ഇങ്ങനെ മാറിയത് അത്ര നന്നായില്ല എന്ന്. ബിക്കോസ് ഞാൻ വിചാരിച്ച പോലെ അല്ല എൻ്റെ ഫേസ് മാറുന്നത്. എൻ്റെ ഫേസിന് എവിടെയൊക്കെയോ ആ ഒരു പ്രപ്പോർഷൻ കറക്റ്റ് ആവാത്തത് പോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഓൾസോ കവിള് ഭയങ്കരമായിട്ട് ഒട്ടിയതുപോലെ തോന്നുന്നുണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും ആദ്യത്തെ സമയത്ത് ഞാൻ കുറേ തവണ ഞാൻ ആക്ച്വലി നന്നായിട്ട് കവിളിൽ വെള്ളം കൊണ്ടിട്ട്, അത് കുളിക്കുമ്പോൾ കവിളിൽ വെള്ളം കൊണ്ട് കുളിച്ച് കഴിയുന്നത് വരെ അത് അങ്ങനെ വെച്ച് കുറേ കഴിഞ്ഞിട്ട് കുളിച്ച് കഴിയുമ്പോൾ ഞാനത് തുപ്പിക്കളഞ്ഞിട്ട് വരാറുണ്ട്. അതായത് ഞാൻ വിചാരിക്കുന്ന ആ സമയത്ത് കവിള് അത് ചെയ്ത് കഴിഞ്ഞാൽ കവിള് വെക്കും. ബിക്കോസ് എൻ്റെ അടുത്ത് കുറച്ച് പേരൊക്കെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്, നീ ഇങ്ങനെ ചെയ്താൽ മതി, അപ്പം ഫേസ് നന്നായിട്ടിരിക്കുന്നു. പക്ഷെ അതൊക്കെ തെറ്റായിരുന്നു എന്ന് എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ആൻഡ് ഓൾസോ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എനർജി മാറുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതായത് എനിക്ക് മുന്നോട്ട് പോകാൻ കുറച്ചും കൂടെ എനർജറ്റിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടെ പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ഞാൻ കുറച്ചും കൂടെ എന്താ പറയുക, എല്ലാ കാര്യത്തിലും കുറച്ചും കൂടെ ഏബിൾ ആയിട്ട് ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് എൻ്റെ ബോഡി ക്യാരി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും കാര്യം കൊണ്ട് മാത്രമാണ് ആദ്യം ആ ഒരു സമയത്ത് ഞാൻ ഇത്തരം ചലഞ്ചസിനെ ഒക്കെ മാറ്റി വെച്ചത്, ഇത്തരം കാര്യങ്ങൾ, എല്ലാ നെഗറ്റിവിറ്റിനെയും മാറ്റി വെച്ചു. ആൻഡ് ഓൾസോ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഞാനൊരു പുതിയൊരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്, പഴയതുപോലെ അല്ല വരുന്നത്, പുതിയൊരാളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റം ഞാൻ അക്സെപ്റ്റ് ചെയ്യണം. ആൻഡ് എങ്ങനെയായിരിക്കും അവസാന റിസൾട്ട് എന്നുള്ളത് അറിയാൻ എനിക്കും ചെറുതായിട്ടൊരു ആഗ്രഹം വന്നു തുടങ്ങി. ഇനി രണ്ടാമത്തത് സ്കിൻ ട്രാൻസ്ഫർമേഷൻ. എന്നോട് ഇപ്പോഴും കുറേയധികം പേരൊക്കെ ചോദിക്കാറുണ്ട്, വെയിറ്റ് ലോസ് ചെയ്തതുകൊണ്ട് മാത്രമാണോ ഞാൻ ഇപ്പോൾ എൻ്റെ സ്കിൻ ഇങ്ങനെ ആയത്, അല്ലെങ്കിൽ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഞാൻ മേക്കപ്പ് ഇട്ടതുകൊണ്ടാണോ, കുറേയധികം ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ടാണോ ഇങ്ങനത്തെ ഒരു ഗ്ലോയിലും ഇങ്ങനത്തെ ഒരു ഈവൻ ടോൺ ആയിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ആയിട്ടും ഒക്കെ ഇരിക്കുന്നത് അതുകൊണ്ടാണോ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ മുമ്പ് എനിക്ക് ഈ വെയിറ്റ് കൂടിയിരുന്നൊരു സമയത്ത് എനിക്ക് PCOD ഉണ്ടായിരുന്ന ഒരാളാണ്. ഞാനത് മുമ്പ് കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ PCOD ഉള്ള ഒരാൾ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി മനസ്സിലാക്കണം, PCOD ഉള്ള ഒരാൾക്ക് നോർമലി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അതായത് എനിക്കും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ സ്കിൻ ടോൺ ഈവൻ ആയിരുന്നില്ല, അവിടെ എവിടെയായിട്ട് ഡാർക്ക് പാച്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ഓൾസോ ഹെയർ ഗ്രോത്ത് ഉണ്ടായിരുന്നു ഫേസിൽ അവിടെ എവിടെയായിട്ട്. ആൻഡ് ഫേസ് ഭയങ്കര ഡള്ളുമായിരുന്നു. അതും ആക്ച്വലി ഈ ഒരു PCOD കാരണം ഉണ്ടാകാവുന്ന ഒരു ഇഷ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ ഒക്കെ കൂടെ ഞാൻ സ്കിൻ കെയർ തീരെ ചെയ്യാത്ത ഒരാളായിരുന്നു. അതായത് സ്കിൻ കെയറിനെ പറ്റി തീരെ ഇങ്ങനെ ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു. സൺസ്ക്രീൻ പോലും ഞാൻ യൂസ് ചെയ്യാറുന്നില്ല. സൺസ്ക്രീൻ ഇല്ലാതെ ഞാൻ വെയിലത്തൊക്കെ പോയി നിൽക്കും. എന്നിട്ട് ഞാൻ അതിനെക്കുറിച്ച് വലിയ വലിയ ഡയലോഗുകൾ ആ സമയത്ത് പറയായിരുന്നു. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞാൻ തീയിൽ കുരുത്തതാണ്, അങ്ങനെയൊക്കെ പറയായിരുന്നു, എന്തിനാ വെയിലത്ത് നിൽക്കണമെന്നൊക്കെ ചോദിക്കുമ്പോൾ. പക്ഷേ എൻ്റെ ഈ വെയിറ്റ് ലോസ് ജേർണി കഴിഞ്ഞപ്പോൾ എൻ്റെ PCOD അണ്ടർ കൺട്രോളിലായി. അങ്ങനെ അണ്ടർ കൺട്രോളിലായപ്പോൾ എനിക്ക് ആദ്യം വന്ന മാറ്റം എൻ്റെ ഫേസിലാണ്. ഈ ഹൈപ്പർ പിഗ്മെൻറ്റേഷനൊക്കെ കുറേ അധികം മാറി, സ്കിന്നൊന്ന് ഈവൻ ടോൺ ആയി. ആൻഡ് ഓൾസോ ഹെയർ ഗ്രോത്തിൻ്റെ ഇഷ്യൂ കുറേയധികം കുറഞ്ഞു. അത് മാത്രമല്ല, ഞാൻ ഈ ഷുഗർ കട്ട് ചെയ്തോടുകൂടി എൻ്റെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ആവാനും തുടങ്ങി. അങ്ങനെയാണ് എൻ്റെ ഫേസിൽ, എൻ്റെ സ്കിന്നിൽ ആദ്യത്തെ ട്രാൻസ്ഫോർമേഷൻ വരുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയട്ടെ, അതിന് ശേഷവും ഞാൻ റെഗുലറായിട്ടുള്ളൊരു സ്കിൻ കെയർ റൂട്ടീനൊന്നും നോക്കിക്കൊണ്ടിരുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ ഫസ്റ്റ് ഈ പറഞ്ഞ വെയിറ്റ് ലോസ് നടത്തിയപ്പോൾ എനിക്ക് ആദ്യം ഫീൽ ചെയ്തത് എൻ്റെ അണ്ടർ ഐയിൽ വോളിയം ലോസ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം പിടിച്ചതുപോലെ എനിക്ക് തോന്നാൻ തുടങ്ങി. അപ്പം ഞാൻ അതൊരു മേജർ കൺസേൺ ആക്കി എടുത്തിട്ട് ഡോക്ടറെ പോയി കണ്ട സമയത്ത് ഡോക്ടർ എനിക്ക് സജസ്റ്റ് ചെയ്തതാണ് സൺസ്ക്രീൻ. അപ്പോൾ ആ സൺസ്ക്രീൻ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കാലത്തും സൺസ്ക്രീൻ യൂസ് ചെയ്യായിരുന്നു. അതല്ലാതെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീൻ ഞാൻ തുടങ്ങിയത് തന്നെ കോവിഡ് ടൈമിലാണ്. ആൻഡ് മറ്റൊരു കാര്യം ഞാൻ പ്രധാനമായിട്ടും പറയട്ടെ, നമ്മൾ വൺസ് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഒരു റിസൾട്ടും നമ്മുടെ സ്കിന്ന് തരില്ല. എനിക്കങ്ങനെയായിരുന്നു. എനിക്കിപ്പം അൺലെസ് നിൻ്റെ സ്കിന്ന് ഭയങ്കര ഡള്ള്, ഡീഹൈഡ്രേറ്റഡ് അങ്ങനെയൊക്കെ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ചിലപ്പം പെട്ടെന്ന് ഒരു ഗ്ലോ ഒക്കെ വന്നതുപോലത്തെ ഒരു റിസൾട്ട് കാണിക്കാറുണ്ട്. അതല്ലാതെ ഇപ്പോൾ പോലും, അതായത് ഞാൻ കറൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സ് പോലും, അപ്പോൾ അത് എത്ര എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ആണെങ്കിലും എത്ര നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടി എനിക്കൊരു ആദ്യത്തെ ഒരു മാസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 2 മാസം എൻ്റെ ഫേസ് പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഷോപ്പ് ചെയ്യില്ല. അതങ്ങനെ തന്നെ ഇരിക്കും. എനിക്ക് തോന്നുന്നു കൂടുതൽ ടൈം എനിക്കൊരു സെക്കൻഡ് ബോട്ടിലൊക്കെ ആയി, സിറംസ് ഒക്കെ ആണെങ്കിൽ സെക്കൻഡ് ബോട്ടിലൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ മുതലാണ് എൻ്റെ സ്കിന്ന് ചെറുതായിട്ടെങ്കിലും മാറുന്നത് എനിക്ക് മനസ്സിലായി തുടങ്ങുക. അതുപോലെ അതൊരു ഭയങ്കര വിസിബിൾ റിസൾട്ടായിട്ടും എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഞാനത് കൂടുതൽ സമയം മനസ്സിലാക്കാറുള്ളത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർഷമൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ പുറത്ത്
ഞാൻ എൻ്റെ സ്കിന്നൊന്ന് ഒബ്സർവ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുക, ഓക്കെ കഴിഞ്ഞ വർഷം എൻ്റെ സ്കിൻ ഇരുന്നതിനേക്കാളും ബെറ്ററാണ് ഈ ഒരു വർഷം എന്നെനിക്ക് മനസ്സിലാവും. അപ്പോഴാണ് എനിക്ക് ശരിക്കും ഈ ഒരു സ്കിൻ കെയർ റുട്ടീൻ ഞാൻ തുടർന്നുകൊണ്ട് പോകുന്നതിൻ്റെയും സ്കിൻ കെയർ റുട്ടീൻ ചെയ്യുന്നതിൻ്റെയും ഒക്കെ റിസൾട്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ റിയലൈസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്കിന്നിൽ അല്ലെങ്കിൽ സ്കിൻ കെയറിൽ എന്തെങ്കിലും ഒരു പുതിയ പ്രൊഡക്റ്റ് ഉൾപ്പെടുത്തിയാൽ തന്നെ ഞാൻ എൻ്റെ സ്കിന്നിനെ അത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കുക. ഇറിറ്റേറ്റ് ചെയ്യുന്നില്ല, വേറൊരു പ്രശ്നവും അത് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അങ്ങനെയാണ് ഞാൻ തുടർന്ന് പോകാറുള്ളത്. അതിൽ ചില സമയത്ത് എനിക്ക് ആക്ച്വലി കുറച്ചും കൂടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതേ ഇൻഗ്രീഡിയൻ്റ് ഉള്ള ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യും. അതല്ല കുറച്ചും കൂടെ എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് വാങ്ങാനുള്ള കേപ്പബിലിറ്റി ആ ഒരു സമയത്ത് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ളത് യൂസ് ചെയ്യും. പക്ഷെ എന്നാലും ആ ഒരു പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ സ്കിൻ കെയർ റുട്ടീനിൽ ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് വരുത്താറുണ്ട്. അത് അറ്റ്ലീസ്റ്റ് എൻ്റെ സ്കിന്നിന് എന്തെങ്കിലും ഒരു റിസൾട്ട് കാണിക്കുന്നത് വരെ ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ഫുഡിൽ ആക്ച്വലി ഈ ഷുഗർ കട്ട് എന്നുള്ളതുണ്ടെങ്കിലും എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞാൻ കൂടുതൽ സമയത്തും അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെൻറ്റ്സ് കറക്റ്റായിട്ട് എടുത്തു എന്ന് ഉറപ്പ് വരുത്താറുണ്ട്. അങ്ങനെയാണ് ഞാൻ വൈറ്റമിൻ സിയും കൊളാജനും പോലെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് പോവുക. ഇനി നെക്സ്റ്റ്, ഗ്രൂമിങ് ആൻഡ് സ്റ്റൈലിംഗ് ട്രാൻസ്ഫോർമേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ നടന്നപ്പോൾ, അതായത് നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമ്മളെ ആക്ച്വലി ആ മാറ്റത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കുറച്ച് അൺകംഫർട്ടബിൾ ആവും. നമ്മൾ ആ അൺകംഫർട്ടബിലിറ്റി ഉണ്ടെന്നും അതങ്ങനെയാണെന്നും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ വേണം നമ്മൾ ആ മാറ്റത്തിന് വേണ്ടിയിട്ട് എപ്പോഴും ശ്രമിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മേജർ ഒരു ചേഞ്ച് വന്നത് എൻ്റെ ഫേസിലാണ്. എനിക്ക് എൻ്റെ ഫേസ് കണ്ടിട്ട് തീരെ ഇഷ്ടപ്പെടുമായിരുന്നില്ല. ബിക്കോസ് അത് ഭയങ്കര പ്രപ്പോർഷനേറ്റ് അല്ലാത്തതുപോലെ എനിക്ക് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം സ്കിൻ കെയറിലൊക്കെ പല പല കാര്യങ്ങൾ ചെയ്തെങ്കിലും അതൊക്കെ ശ്രദ്ധിച്ചെങ്കിലും പിന്നീട് എനിക്ക് തോന്നി എൻ്റെ ഫേസിന് ഈ കവിളിൻ്റെ ഭാഗം ഭയങ്കരമായിട്ട് ഒട്ടിയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനെ മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സൈഡ് ലോക്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഈ ഒരു ഭാഗം കുറച്ചും കൂടെ ചബ്ബി ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം അപ്പോൾ തന്നെയാണ് ഞാൻ ചെയ്തത്, എൻ്റെ ഹെയർ ഞാൻ കട്ട് ചെയ്തു. അതായത് എനിക്ക് നോർമലി ഇത്ര വരെയൊക്കെ ഹെയർ അതിന് മുമ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ കട്ട് ചെയ്ത് ഏകദേശം ഇത്ര വരെ ആക്കി. അതാണ് ഫസ്റ്റ് ഞാൻ ചെയ്തൊരു മെയിൻ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഫേസ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടിരിക്കുന്നതായിട്ടും ഫേസിൽ കുറച്ചും കൂടി തിളക്കമുള്ളതായിട്ടും ഒക്കെ തോന്നാൻ തുടങ്ങി. ആൻഡ് അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അന്ന് ആദ്യം ആക്ച്വലി ഇവിടം വരെ ഞാൻ ഹെയർ കട്ട് ചെയ്തപ്പോൾ ഞാൻ ഭയങ്കര ക്ലോസ്ഡ് നെക്കായിട്ടുള്ള ഡ്രസ്സസ് ആയിരുന്നു ആ സമയത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയൊരു ഡിഫറൻസ് ഒന്നും ആ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മൾ ഇത്ര വരെ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു നെക്കും ഹെയർ ഇത്ര വരെ ഇങ്ങനെ അയച്ചിട്ടേക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അധികം ബ്രേക്ക് ത്രൂ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കറക്റ്റ് ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തുള്ള ഷേപ്പോ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പിന്നീട് ഞാൻ എന്താ വെച്ചാൽ ഞാൻ കുറച്ചും കൂടി ഒരു ബോട്ടനൊക്കെയുള്ളൊരു ഡ്രസ്സ് അല്ലെങ്കിൽ ഒരു ടോപ്പ് വാങ്ങി. അപ്പോൾ അത് ഇട്ടപ്പോഴാണ് ഫസ്റ്റ് ഏറ്റവും ആദ്യമായിട്ട് ഞാനത് എനിക്ക് നന്നായിട്ട് സ്യൂട്ടബിൾ ആയതായിട്ട് തിരിച്ചറിയുന്നത്. അതായത് എനിക്ക് ഈ ഒരു നെക്കിൻ്റെ ഏരിയ നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്, ഈ ഒരു ഭാഗത്തെ ഈ ഒരു ഹംപ് ഉണ്ടായിരുന്നത് അവിടെ ഒരു ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഫേസിനും എൻ്റെ നെക്കിനും ഒക്കെ നല്ല ഷേപ്പ് ഉള്ളതുപോലെ തോന്നാൻ തുടങ്ങി. ആൻഡ് ഓൾസോ എൻ്റെ ഈ ചെസ്റ്റ് പോർഷനിലൂടെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് താഴേക്ക് കിടന്നിരുന്ന മുടി ഇത്ര വരെ ആയപ്പോൾ തന്നെ ഫേസിലേക്ക് കുറച്ചധികം വെട്ടം വന്നതുപോലെയായി. അപ്പോൾ ഫേസ് കുറച്ചും കൂടെ ബ്രൈറ്റൻ ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തന്നെ ആക്ച്വലി എനിക്ക് മനസ്സിലായി നമ്മൾ ഈ പ്രപ്പോർഷനിലാണ് കുറച്ചധികം വർക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ പിന്നീട് എൻ്റെ സ്റ്റൈലിങ്ങും എൻ്റെ ഗ്രൂമിങ്ങും എല്ലാം മാറ്റിക്കൊണ്ട് വന്നത്. അതായത് ഞാൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എൻ്റെ ഫേസിന് ആക്ച്വലി വിഷ്വൽ വെയിറ്റ് കൂടുതലാണ്. അതായത് എൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കുന്ന ഫീച്ചേഴ്സ് അല്ല, ഒരേ സൈസിലുള്ള ഫീച്ചേഴ്സ് അല്ല. എനിക്കൊരു ബിഗ് ഫോർഹെഡ് ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ കണ്ണ് കുറച്ചധികം വലുതാണ്, ലിപ്സും അത്യാവശ്യം വലുതാണ്, പക്ഷേ എൻ്റെ അപ്പർ ലിപ്പ് ചെറുതും ലോവർ ലിപ്പ് കുറച്ച് വലുതുമാണ്. ആൻഡ് ഓൾസോ നോസിന് ഒരു ആവറേജ് സൈസും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഇതിനെ നമ്മൾ എല്ലാം ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്ത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആ വിഷ്വൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ബ്രൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് എപ്പോഴും ആവശ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഐബ്രോസ് ആക്ച്വലി നന്നായിട്ട് ഫില്ല് ചെയ്യാൻ തുടങ്ങുന്നത്, ഒന്നാമത്തെ കാര്യം. അതുപോലെ തന്നെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബ്രൈറ്റ് കളേഴ്സാണ് എനിക്ക് ചേരുന്നത് എന്ന് തോന്നിയിട്ട് ഞാൻ അത് യൂസ് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നീട് എനിക്ക് എന്താ മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ സ്ട്രോങ് ആയിട്ടുള്ള വിഷ്വൽ വെയിറ്റ് ഉള്ള ഒരു ഫേസ് മാത്രമല്ല ഉള്ളത്, ഈവൻ എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് ഞാൻ ശരിക്കും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒരു സ്പ്രിംഗ് കളർ പാലറ്റിലുള്ള ഒരാളായിട്ടാണ്. അപ്പോൾ സ്പ്രിംഗ് കളർ പാലറ്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ബ്രൈറ്റ് കളേഴ്സ് ഒക്കെയാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ഹാപ്പിനെസ് തരുന്നതും എനിക്ക് ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ്.
കൂടുതൽ ഈ ഡാർക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഭയങ്കര മ്യൂട്ടഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. ആൻഡ് ഭയങ്കര ലൈറ്റ് കളേഴ്സൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് വാഷ്ഡ് ഔട്ട് ആയതുപോലെയും എനിക്ക് ഫീൽ ചെയ്യും. നോർമൽ വോം ന്യൂട്രൽ കളർ പാലറ്റൊക്കെ എനിക്ക് ആക്ച്വലി സ്യൂട്ടബിൾ ആവും. ബിക്കോസ് സ്പ്രിംഗ് എന്ന് പറയുന്നത് വോം കളർ പാലറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് വോം ന്യൂട്രൽസ് എല്ലാം നന്നായിട്ട് സ്യൂട്ടബിൾ ആവും. വോം ആണ് എൻ്റെ സ്കിൻ ടോൺ എന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുമുണ്ട്. പക്ഷെ അതിൽ പ്രോപ്പർ ഒരു വോംത്തുള്ള ഒരു സ്കിൻ ടോൺ അല്ല. അതായത് ചില സമയത്ത് അത് ഏകദേശം ന്യൂട്രൽ പോലെ ഇരിക്കും. അപ്പോൾ എനിക്കിതൊക്കെ ആക്ച്വലി കുറച്ചധികം സമയമെടുത്ത് ഞാൻ എന്നെ അനലൈസ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കിതൊക്കെ മനസ്സിലായിട്ടുള്ളത്. ആൻഡ് ഈ മനസ്സിലാക്കലിനെയാണ് ഞാൻ കുറച്ചും കൂടെ എൻ്റെ കോഴ്സൊക്കെ ചെയ്ത് ഞാനതിനെ കുറച്ചും കൂടെ ഒന്ന് ഉറപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് വേണ്ടത്, എങ്ങനെയാണ് ശരിക്കും നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടത്തേണ്ടത്, നമുക്ക് സ്യൂട്ടബിളായ രീതിയിൽ നമ്മൾ എങ്ങനെയാണ് മാറേണ്ടതെന്നുള്ള കാര്യം. ആൻഡ് അതുപോലെ ഞാൻ എൻ്റെ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങി ആ സമയം മുതൽ ഈ സമയം വരെയും ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹെയർ ആണ്. എൻ്റെ ഹെയറിൽ ഞാൻ നടത്താത്ത എക്സ്പീരിയൻസ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 2015 മുതൽ ഹെയറിൽ കളേഴ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഹൈലൈറ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ ഹൈലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്, ഗ്ലോബൽ ഹെയർ കളർ ചെയ്തിട്ടുണ്ട്, ബാലയാജ് ചെയ്തിട്ടുണ്ട്, ഓംബ്രേ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒട്ടുമിക്ക എല്ലാ കളേഴ്സും ഒട്ടുമിക്ക ടെക്നിക്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് 2-3 ടെക്നിക്സ് ഒക്കെ മെർജ് ചെയ്തിട്ട് രണ്ടും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ ഫങ്കി കളേഴ്സ് ടെമ്പററി കളേഴ്സ് ആയിട്ടുള്ള കളേഴ്സിനൊക്കെ നോർമലി പോകാറില്ല. ബിക്കോസ് അത് ടെമ്പററി കളേഴ്സ് ആയതുകൊണ്ടാണ്. എനിക്കെപ്പോഴും ഭയങ്കര ലോ മെയിൻ്റനൻസിൽ പോകാൻ പറ്റുന്ന പെർമനൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെ വേണമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അങ്ങനത്തെ ഒരു കളേഴ്സ് തന്നെ എപ്പോഴും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഈ ഹെയർ കളർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഞാനൊരു ആദ്യത്തെ സമയത്തൊക്കെ ഏറ്റവും ആദ്യമൊക്കെ ചെയ്തപ്പോൾ ഒരു 6 months ഇടയിൽ ഒരു തവണ അങ്ങനെയാണ് ഞാൻ ചെയ്തു പോയിരുന്നത്. ഇപ്പോൾ ഒക്കെ നോർമലി ഞാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ 2 months കൂടുമ്പോഴും ഞാൻ അറ്റ്ലീസ്റ്റ് റൂട്ട് ടച്ചപ്പ് എങ്കിലും ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് ഹെയർ ജസ്റ്റ് ഒന്ന് ട്രിം ചെയ്യാറുണ്ട്. ഹെയറിൻ്റെ എൻഡ്സ് ഒക്കെ ഒന്ന് ക്ലിയർ ഔട്ട് ചെയ്ത് വെക്കാറുണ്ട്. ഫേസ് ഫ്രെയിമിങ് ലെയേഴ്സ് എപ്പോഴും കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് കിടക്കുന്നു എന്ന് ഉറപ്പ് വരുത്താറുണ്ട്. ആൻഡ് ഓൾസോ റൂട്ട് ടച്ചപ്പ് നടത്തുമ്പോൾ എന്നോട് പലരും മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഐബ്രോസ് ബ്ലാക്ക് ആണ്, ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഹെയർ കളർ എപ്പോഴും കുറച്ചൊരു വാംത്തിൽ വെക്കാറുണ്ട്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോസിൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഞാൻ കുറച്ച് എൻ്റെ ഫേസിന് വിഷ്വൽ വെയിറ്റ് കൂടുതലായതുകൊണ്ട് ഐബ്രോസ് എപ്പോഴും എനിക്ക് കുറച്ച് ഡാർക്കായിട്ടിരിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. ബട്ട് ഈ പറഞ്ഞ പോലെ ഹെയറിൻ്റെ കാര്യം വരുമ്പോൾ ഡയറക്റ്റ് ഭയങ്കര ബ്ലാക്ക് ആയിട്ടുള്ളൊരു കോൺട്രാസ്റ്റ് പെട്ടെന്ന് വരുന്നത് എനിക്ക് കുറച്ച് ഓടായിട്ട് തോന്നാറുണ്ട്. എനിക്ക് അത്ര സ്യൂട്ടബിൾ ആവാത്തതുപോലെ കുറച്ച് ഹാർഷ് ആയതുപോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും റൂട്ടിൽ നിന്ന് തന്നെ ചെറിയൊരു സോഫ്റ്റ്നെസ് കൊടുത്ത് ഒരു ബ്രൗൺനെസ് കൊടുത്ത് അങ്ങനെ കൊണ്ടുപോകുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു എന്നെപ്പോലെയുള്ള ഫേഷ്യൽ ഫീച്ചേഴ്സ് ഉള്ളവർ നിങ്ങളും ആക്ച്വലി സ്പ്രിങ് ആയിട്ടുള്ള കളർ പാലറ്റിലാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതെങ്കിൽ ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫേസിൻ്റെ വിഷ്വൽ വെയിറ്റ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്കും ആക്ച്വലി ഗ്ലോബൽ ഹെയർ കളർ പോലെയുള്ള കളേഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഇവിടുന്ന് തന്നെ ഒരു സോഫ്റ്റ്നെസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഭയങ്കര ഹാർഷായിട്ട് ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറയുന്നത്. അതുപോലെ ഒക്കെ തന്നെ എപ്പോഴും എനിക്ക് ചലഞ്ചായിട്ട് തോന്നിയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഹൈറ്റാണ്. എനിക്ക് ആക്ച്വലി 149 centimeter ഉള്ളൂ. ഞാൻ പലതവണയായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു 5 അടി പോലും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ഡ്രസ്സിംഗ് ആണ് ഞാൻ എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത്. ഡ്രസ്സിങ് മാത്രമല്ല, ഞാൻ ആക്സസറീസ് എടുക്കുന്ന സമയത്തും ഞാൻ അതാണ് നോക്കാറുള്ളത്. അതായത് ഞാൻ കൂടുതൽ സമയത്തും ചെയ്യാറുള്ളൊരു കാര്യം അതിനെയും കറക്റ്റ് പ്രപ്പോർഷനിൽ കൊണ്ടുപോകാൻ നോക്കും ഡ്രസ്സിൻ്റെ കാര്യത്തിൽ. അതായത് ഇപ്പോൾ ഞാൻ ഭയങ്കര ടൈറ്റ് ആയിട്ടുള്ള ക്രോപ്പ് ടോപ്പ് പോലെയുള്ളൊരു കാര്യമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ബോട്ടം കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ബോക്സി ആയിട്ടുള്ള അല്ലെങ്കിൽ വൈറ്റ് ലെഗ് പാൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് അതിൻ്റെ പ്രപ്പോർഷൻ കറക്റ്റ് ആക്കാൻ നോക്കും. നേരെ മറിച്ച് ഞാൻ കുറച്ച് ബോക്സി ആയിട്ടുള്ള കുറച്ച് ഓവർസൈസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പാൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ബോട്ടമിൽ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി ടൈറ്റ് ആയിട്ടുള്ള കുറച്ചും കൂടി ബോഡി ഫിറ്റഡ് ആയിട്ടുള്ള ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള എന്തെങ്കിലും ബോട്ടംസ് യൂസ് ചെയ്യാൻ, ഒന്നുകിൽ സ്ലിപ്പ് സ്കേർട്ടോ അതല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ജീൻസോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ദെൻ ഞാൻ ഈ പറയുന്നത് പോലെ ഫേസിൽ കുറച്ച് ബോൾഡ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ടും ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ടും ഡ്രസ്സിന് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ജ്വല്ലറി എന്ന് പറയുന്നത് ഭയങ്കര മിനിമലായിട്ട് വെക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. അതായത് മേ ബി കൂടുതൽ സമയത്ത് ഒരു ഇയറിംഗ് മാത്രമാണ് ഞാൻ പ്രിഫർ ചെയ്യാറുള്ളത്. എൻ്റെ നെക്കിൽ പോലും ഞാൻ നെക്ക് പീസ് കൂടുതൽ സമയത്ത് യൂസ് ചെയ്യാറില്ല. ആൻഡ് എൻ്റെ കയ്യിൽ ഞാൻ വാച്ച് കെട്ടുന്ന ഒരാളല്ല. വാച്ച് കെട്ടാത്തതിൻ്റെ ഒരു കാര്യം എൻ്റെ ആം ഫാറ്റ് എനിക്ക് കൂടുതലാണ്. ആം ഫാറ്റ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം, അത് മാത്രമല്ല ഈ ഒരു ഭാഗം, അതായത് കൈയുടെ ഈ ഒരു റിസ്റ്റിൻ്റെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വളരെ കുഞ്ഞിതാണ് എനിക്ക്. അപ്പോൾ കുഞ്ഞിതായതുകൊണ്ട് നമ്മളിപ്പം സപ്പോസ് ഒരു വാച്ച് കിട്ടുകയാണെങ്കിൽ തന്നെ അതിനെ വീണ്ടും ബ്രേക്ക് ചെയ്യുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്.
കൈക്ക് കുറച്ചും കൂടെ നീളം കുറഞ്ഞതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലി വാച്ച് കെട്ടാറില്ല, കയ്യിൽ മറ്റൊരു ആക്സസറീസും ഞാൻ ഇടാറില്ല. ഈവൻ ഫിംഗർ റിങ്സ് ചില സമയത്ത് ഇടണമെന്ന് തോന്നാറുണ്ട്. അപ്പോഴും ഞാൻ ആലോചിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഫിംഗേഴ്സ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര തിന്നായിട്ടുള്ളതാണ്, ഭയങ്കര സ്കിന്നിയാണ്. അപ്പോൾ അതിനകത്ത് ഇപ്പം ഫിംഗർ റിങ്സും കൂടെ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ തിന്നായിട്ട് തോന്നും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ഫിംഗേഴ്സിലേക്ക് ഫോക്കസ് പോകും. അത് പോരെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പോഴും ആക്ച്വലി ഭയങ്കര സ്കിന്നിയാണ് എൻ്റെ കൈകളെങ്കിലും കുറച്ചും കൂടെ എന്താ പറയുക, ഇതിനകത്ത് വേറെ ആക്സസറീസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിലേക്കുള്ള ഫോക്കസ് പോവില്ല. ആകെ ചെയ്യാറുള്ളത് നെയിൽസ് ഞാൻ എപ്പോഴും ഗ്രൂം ചെയ്ത് വെക്കാറുണ്ട്. നെയിൽ പോളിഷും ഞാൻ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അതും ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും നമ്മളുടെ പഴയ രൂപത്തിലേക്ക് പോവുകയല്ല വെയിറ്റ് ലോസ് കൊണ്ട് സംഭവിക്കുക. നമ്മളൊരു പുതിയൊരാളായിട്ട് മാറുകയാണ് സംഭവിക്കുക. അപ്പോൾ പുതിയൊരാളായിട്ട് മാറുക എന്നുള്ളതും പുതിയതായിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതും ഒക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. മറ്റുള്ളവർക്ക് മാത്രമല്ല, കാണുന്ന നമുക്ക് തന്നെ നമ്മളെ അങ്ങനെ തോന്നും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഒരു മാറ്റം വരുന്നത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ പിന്നീട് അതൊരു ഭയങ്കര ക്രേസ് ആയിട്ട് മാറും. നമുക്ക് തന്നെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ഓരോ 6 months കഴിയുമ്പോഴും നമ്മളെ ഒന്ന് മാറ്റണം തോന്നും, നമ്മുടെ വാർഡ്രോബ് മാറ്റണം എന്ന് തോന്നും, നമ്മുടെ സ്റ്റൈൽ ഒന്ന് ചേഞ്ച് ചെയ്യണം തോന്നും, നമ്മുടെ ഹെയറിൻ്റെ കളർ അല്ലെങ്കിൽ ഹെയർ സ്റ്റൈല് അല്ലെങ്കിൽ ഹെയർ കട്ട് അതൊക്കെ ചേഞ്ച് ചെയ്യണം തോന്നും. നമ്മളിങ്ങനെ എന്താ പറയുക, ഓരോ 6 മാസം കഴിയുമ്പോഴും പുതിയ ആളായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കും. അത് കുറച്ചും കൂടെ നല്ലതാണ് ജീവിക്കാൻ. കുറച്ചും കൂടെ നമുക്ക് അതുകൊണ്ടൊരു എന്തൂസിയാസം വരും ലൈഫിനോട് തന്നെ. അപ്പം മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ആക്ച്വലി മനസ്സിൽ വെക്കണം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കുറച്ചൊരു 5 കിലോ വെയിറ്റ് കുറച്ച് പഴയ രൂപത്തിലേക്ക് പോയിട്ട് അങ്ങനെ തന്നെ ഇരിക്കാം എന്ന് വിചാരിക്കരുത്. ബിക്കോസ് അന്ന് ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള ക്ലോത്ത്സ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടില്ല, അന്ന് ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള മേക്കപ്പ് സാധനങ്ങൾ ഇപ്പോൾ കിട്ടില്ല, അന്ന് ഉപയോഗിച്ചിരുന്ന രീതിയിലുള്ള ഫുഡ് വെയറോ ആക്സസറീസോ നമുക്ക് കിട്ടിയെന്ന് വരില്ല. ബിക്കോസ് ലോകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളും അതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കണം. ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടി നമ്മളൊരു ബാലൻസ് കണ്ടുപിടിച്ച് നമുക്ക് ചേരുന്നത് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മളെ മാറ്റിക്കൊണ്ടിരുന്ന എപ്പോഴും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നും. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതും എനിക്ക് നിങ്ങളൊക്കെ ട്രാൻസ്ഫോം ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്പിറേഷൻ കിട്ടുന്നതും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.